അടുത്ത നല്ലൊരു ചോദ്യം നോക്കെ. ശരീര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല ഏതെന്ന്? സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച INC സമ്മേളനം 1923 ഏതായിരുന്നത്? കാക്കിനാട സമ്മേളനം. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ദിവസം നേരുകയാണ്. ഇനി ആകെ എത്തിക്കഴിഞ്ഞു അല്ലേ? പരീക്ഷ എഴുതി ഞാൻ ആത്മവിശ്വാസത്തോടെ പോയിട്ട് വാ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും സപ്പോർട്ടും ഉണ്ടാവും. ഒരുവിധം നിങ്ങൾ പഠിച്ചിട്ടുണ്ടേ, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ചെന്ന് പഠിച്ചതൊക്കെ വരണേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ടഫാണെങ്കിൽ അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് വരിക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാതെ, ഒത്തിരി അധികം ചിന്തിക്കാതെ തരുന്നെങ്കിൽ അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ തരും. പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ സിമ്പിളായിട്ട് കുറേ നാളുകൊണ്ടേ നിങ്ങൾ പഠിക്കുന്നില്ലേ, അത് എല്ലാം പരീക്ഷാ ഹാളിൽ പ്രയോജനപ്പെടും. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കുകയും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുന്നത്. ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇനി ടെൻഷൻ അടിച്ചിട്ട് എന്താ, എല്ലാവരും പോലെ തന്നെ നിങ്ങളും ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എല്ലാവരെ പോലെ തന്നെ നിങ്ങളും സിമ്പിളായിട്ട് പോവുക. രാവിലെ എഴുന്നേക്കുക, രാവിലെ പറ്റുന്ന കണക്കൊക്കെ ഒന്ന് വായിക്കുക. കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്ന് ഓട്ടിച്ച് വായിച്ചിട്ട് നേരത്തെ കുളിച്ചൊരുങ്ങി നേരത്തെ അങ്ങ് സ്കൂളിൽ എത്തിച്ചേരുക. എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇരിക്കാവേ ലേഡീസൊക്കെ. മാക്സിമം ഒരു വലുതായിട്ട് വാരി വലിച്ച് കഴിക്കണമെന്ന് പറയുന്നില്ല, ചെറുതായിട്ടൊക്കെ വയറ്റിൽ ഒന്നും ഇല്ലാതെ അതാണ് ആവരുത്. കാരണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ വയറ് ചിലപ്പം കുളുകുളുകുള സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മെന്റലി അല്ലെങ്കിൽ ബ്രെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ മൂത്രം ഒഴിച്ചിട്ടൊക്കെ ഇരിക്കാവേ ശ്രദ്ധിച്ചോണം. പിന്നെ വാച്ച് ഇല്ല എന്നറിയാം, അതുകൊണ്ട് ആ ബെല്ലടിക്കുന്ന സമയം കൃത്യമായിട്ട് ഓർമ്മ വേണം. പിന്നെ അത്രയും ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ടീച്ചറിനോട് ജസ്റ്റ് പതുക്കെ ഒന്ന് ചോദിച്ചാലും ചിലപ്പോൾ ചില ടീച്ചർമാർ പറഞ്ഞു തരാറുണ്ട്. പിന്നെ അരമണിക്കൂർ വീതം അടിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏകദേശം 3 മണിയുടെ ഒരു ബെല്ലടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കണം, ഏകദേശം ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചെഴുതണേ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കുറേ നല്ല പേർക്ക് കുറച്ച് അത്ര ആരാണെയോ സെലക്ട് ആയിരിക്കുന്ന അവരെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പരീക്ഷയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പരീക്ഷ ഇനി വരാൻ പോകുന്നുണ്ടല്ലോ, അടുത്ത ഈ മാസം തന്നെ വരുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് ഭയങ്കര ഡള്ളായി പോയെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. വാശിയോടുകൂടി ബാക്കിയുള്ള ദിവസം അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാം. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത്. അതൊന്നും ഓർമ്മ വേണം. ഇതെല്ലാം പോയി, ഇതെന്തായിരുന്നു ചോദിച്ചത്, സയൻസ് അല്ല, ഇൻഡയറക്റ്റ്, അങ്ങനെ എന്തും വരാം. നിങ്ങൾ എന്തും വരാം എന്ന രീതിക്ക് തന്നെ പോവാം കേട്ടോ. അല്ലാതെ പഴയ ചോദ്യപേപ്പർ കണക്കായിരിക്കുമോ, ഒരു മീഡിയം ആയിരിക്കുമോ, വളരെ സിമ്പിൾ ആയിരിക്കും, അങ്ങനെ ചിന്തിക്കേണ്ട. 3 തരത്തിലായാലും ഞാൻ എഴുതും. ഏതാ 3 തരം? ക്വസ്റ്റ്യൻ ടഫ് ആയാലും മീഡിയം ആയാലും എളുപ്പമായാലും ശ്രദ്ധിച്ചെഴുതുക. കൂടുതൽ നെഗറ്റീവ് വരുത്താതിരുന്നാൽ മതി. വളരെ ടഫാണ് എങ്കിൽ അറിയാവുന്നത് മാത്രം എഴുതി വെച്ചിട്ട് വരിക. ടഫാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത്രയും നാൾ കേൾക്കാത്തതും ഇൻഡയറക്റ്റും എല്ലാ സാറുമാരും പറഞ്ഞതൊന്നും ഇതിനകത്തൊന്നും ഇല്ല, എല്ലാം ഒരു പ്രത്യേകത. അങ്ങനെ വരാൻ സാധ്യതയില്ല. നിങ്ങളുടെ ചോദ്യം ഒരു മീഡിയം തരേ വരുത്തുള്ളൂ എന്ന് എൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾ നല്ല ഒരു ലെവലായവരാണ്. ഇനി ചിന്തിച്ചു കൂട്ടല്ലേ, എല്ലാവരും ഇവിടെ വീട്ടിൽ സന്തോഷത്തോടെ തന്നെ പിറ്റേ ദിവസം അന്ന് തന്നെ പരീക്ഷയ്ക്ക് പോകേണ്ടത് സന്തോഷത്തോടെ തന്നെ പോവുക കേട്ടല്ലോ. ഐശ്വര്യമായിട്ട് പോയിട്ട് വരിക. ഇതല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്, തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അധ്യാപിക എന്നുള്ളൊരു പട്ടം നിങ്ങൾക്ക് കിട്ടിയിരിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് പോകുന്നവർക്ക് പരീക്ഷകളിൽ നല്ലത് കിട്ടും. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും പരീക്ഷയുടെ ആ സമയം മുതൽ അവസാന സമയം വരെ ഞാൻ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പഠിക്കുന്ന കുട്ടികൾ രക്ഷപ്പെട്ടു പോകണേ, ഒരുവിധം പഠിച്ചതൊക്കെ വരണേ, തെറ്റുകൂടാതെ എഴുതണേ എന്ന് എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോരുത്തരോടും പറയാണ്, ധൈര്യമായിട്ട് പോരുക. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ റിവിഷൻ നടത്തി. വലിയ അധ്യാപകനല്ല എന്ന് എനിക്ക് തന്നെ അറിയാം, കാരണം സൈക്കോളജി ഒന്നും എനിക്കറിയാം. പക്ഷേ GK കുറേ റിവിഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് അത്രയേ ഇതിൽ ഒരു 10 ചോദ്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, പോയിരുന്ന് പഠിക്കണേ. ഇനി 2 ദിവസം കുറച്ച് റിവിഷൻ, ഇന്ന് ഒരു ഇച്ചിരി അരമണിക്കൂർ നമുക്കൊന്ന് റിവിഷൻ കേട്ടാലോ. റിവിഷൻ കേട്ടിട്ട് നമുക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോകാം. ഞാൻ ഇനി അവസാന നിമിഷം കുറേ യൂട്യൂബ് ക്ലാസ് ഇടണ്ട എന്ന് വെച്ചാണ് ഇന്നും കൂടെ ആയി ക്ലാസ് നിർത്തുകയാണ്. പ്രാർത്ഥന ഉണ്ടാവണം, എവിടെ വെച്ച് കണ്ടാലും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൊണ്ടു തന്നിട്ടുണ്ട്. വാതോരാതെ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. ഒരു ചോദ്യ പേപ്പറായിട്ടാണ് തന്നെ, നിങ്ങൾക്ക് ശരിയാവുമോ നോക്കാം. ഒന്നാമത്തെ ഓക്കെ, താഴെ പറയുന്ന 2023 മലയാള അവാർഡുകളിൽ തെറ്റായ ജോഡി ഏതെന്ന്? മലയാള അവാർഡുകളിൽ തെറ്റായ ജോഡി ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓക്കെ,
എഴുത്തച്ഛൻ അവാർഡ് 2023 കിട്ടിയത് ആർക്കാടെ? SK വസന്തൻ. ശരിയാണോ? ആണ്. എഴുത്തച്ഛൻ അവാർഡ് 2023 SK വസന്തനാണ്. മറന്നുപോരുതേ. SK വസന്തന്റെ ഏറ്റവും പ്രധാന കൃതി ഏതാണ്? SK വസന്തന്റെ ഏറ്റവും പ്രധാന കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. കേരള സംസ്കാര ചരിത്ര നിഘണ്ടുവാണ് SK വസന്തന്റെ ഏറ്റവും പ്രധാന കൃതി. മറന്നുപോരുതേ. എഴുത്തച്ഛൻ അവാർഡ് 5 ലക്ഷം രൂപയാണ് 93 ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത്. അപ്പം കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ അവാർഡാണ്. മറന്നുപോരുതേ. അപ്പൊ എഴുത്തച്ഛൻ അവാർഡ് 2023 ലഭിച്ചത് SK വസന്തനും, 22 ലഭിച്ചത് സേതു അഥവാ സേതു മാധവനും, 21 ലഭിച്ചത് ആർക്കായിരുന്നു? P വത്സല. P വത്സലയുടെ നെല്ല്. P വത്സലയുടെ ആത്മകഥ മറന്നുപോരുതേ. കിളിക്കാലം. കിളിക്കാലമാണ് P വത്സലയുടെ ആത്മകഥ. നെല്ലാണ് പ്രശസ്ത കൃതി, വയനാട്ടിന്റെ പശ്ചാത്തലമാക്കി എഴുതിയത്. അടുത്ത വയലാർ അവാർഡ് നോക്കട്ടെ. ശ്രീകുമാരൻ തമ്പി. നമ്മൾ മുമ്പ് പറഞ്ഞത്, എന്നാലും ഒന്ന് ശരിയാണോ? ആണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഏതായിരുന്നു? ജീവിതം ഒരു പെൻഡുലം. 2022 ലഭിച്ചത് ആർക്കാണ് വയലാർ അവാർഡ്? S ഹരീഷിന്റെ മീശ. അല്ലെ? 21 ലഭിച്ചത് ആർക്കാ? ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 20. വയലാർ അവാർഡ് ആദ്യം കിട്ടിയ കൃതി ലളിതാംബിക അന്തർജനം. അല്ലെ? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്ക് അല്ലെ ആദ്യമായിട്ട് എന്ന വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്കാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങി. ഓടക്കുഴൽ അവാർഡ് 1968 ഏർപ്പെടുത്തി 69 മുതൽ കൊടുത്തു തുടങ്ങി. ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. ഓടക്കുഴൽ അവാർഡ് ആദ്യം ലഭിച്ചതാർക്ക? വെണ്ണിക്കുളം ഗോപാല. PN ഗോപികൃഷ്ണനാണെന്ന്. ശരിയാണോ? ആണ്. ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് കേട്ടോ. കവിത മാംസഭോജിയാണ്. അപ്പൊ 2023 ലഭിച്ചത്. 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കും 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. PN ഗോപികൃഷ്ണന്റെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയ കൃതി ഏതാ? കവിത മാംസഭോജിയാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്നാ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് 68 കൊടുത്തു തുടങ്ങിയത് 69. ആദ്യം ലഭിച്ചതാർക്കാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് എന്ന് വിളിക്കുന്നതും വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഈ ആധ്യാത്മ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കൊണ്ടാണ് അത് തുളസീദാസ രാമായണം വിവർത്തനം ചെയ്തത് കൊണ്ടാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. പത്മപ്രഭ പുരസ്കാരം M മുകുന്ദനാണ് ഇവിടെ ലഭിച്ചത്? അല്ല. M മുകുന്ദന് ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല. ഏതാ? പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാടെ? പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് സുഭാഷ് ചന്ദ്രനാണ്. ആർക്കായിരുന്നു? 2023 സുഭാഷ് ചന്ദ്രനാണ്. കടമ്മനിട്ട പുരസ്കാരം കിട്ടിയത് ആർക്കാടെ? കടമ്മനിട്ട പുരസ്കാരം അത് 2024 കൊടുത്തു. കടമ്മനിട്ട പുരസ്കാരം 2024 റഫീഖ് അഹമ്മദിനും 2023 കിട്ടിയത് ആർക്കെന്നറിയാമോ? പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയ്ക്കാണ് 2023. നിങ്ങൾക്ക് നല്ലൊരു ചോദ്യം പ്രഭാവർമ്മയ്ക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഏതാണെന്നറിയാമോ? ഈ സരസ്വതി സമ്മാനം ലഭിച്ചത് ഈ പ്രാവശ്യം മലയാളിക്കാണ്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം. പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാത്വികം. സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? നമ്മുടെ ബാലാമണിയമ്മയ്ക്കാണ് ആദ്യം ലഭിക്കുന്ന മലയാളി കേട്ടോ. 95 നിവേദ്യം എന്ന കൃതിക്ക്. അപ്പം ബാലാമണിയമ്മ 95 നിവേദ്യം, പിന്നെ അയ്യപ്പ പണിക്കരുടെ തെരഞ്ഞെടുത്ത കൃതികൾക്കും, പിന്നെ സുഗതകുമാരിയുടെ മണലെഴുത്ത്, പിന്നെ ഇപ്പം പ്രഭാവർമ്മയുടെ കൃതി മറന്നുപോരുതേ. രൗദ്ര സാത്വികം. സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയും ജ്ഞാനപീഠം 11 ലക്ഷം രൂപയാണ്. അല്ലെ? 11. കഴിഞ്ഞ വർഷത്തെ ജ്ഞാനപീഠം ലഭിച്ചത് 2 പേർക്കല്ലേ? ആർക്കായിരുന്നു ജ്ഞാനപീഠം ലഭിച്ച 2 പേരുകൾ? ഒന്ന് ഗുൽസാറും 2 സ്വാമി രാമഭദ്രാചാര്യൻ കേട്ടോ. സമ്പൂരാൻ സിംഗ് കൾറ. ചിലപ്പം ഗുൽസാറിന്റെ യഥാർത്ഥ നാമം ചോദിക്കാം. സമ്പൂരാൻ സിംഗ് കൾറ എന്നതാണ്. അപ്പൊ 2023 ജ്ഞാനപീഠം ലഭിച്ച 2 വ്യക്തികൾ ആരൊക്കെയാണ്? 2 വ്യക്തികൾ. ഒന്ന് ഉറുദു കവിയായ ഗുൽസാറും 2 സംസ്കൃത കവിയായ സ്വാമി രാമഭദ്രാചാര്യൻ കേട്ടോ. 2022 ലഭിച്ചത് കൊങ്കിണി കവിയായ ദാമോദർ മൗസയാണ്. ദാമോദർ. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത് 65. ഏത് കൃതിക്ക് ആദ്യം കിട്ടിയത്? ആദ്യം നമ്മുടെ മലയാളിയായ G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടിയത് കേട്ടോ. G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ. അതുപോലെ ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ ഞാനൊന്ന് പറയട്ടെ. 65 G ശങ്കരക്കുറുപ്പ് ഓടക്കുഴല്, 80 SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ. 80 SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ. പിന്നെ കൃതികൾക്ക് പഠന സമഗ്ര സംഭാവനയാണ്. 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കിട്ടുമല്ലോ. അപ്പൊ വയലാർ അവാർഡ് എല്ലാം നോക്കണേ. ഈ പ്രാവശ്യത്തെ 2023 നിയമസഭാ പുരസ്കാരം കിട്ടിയത് ആർക്കായിരുന്നു? നിയമസഭാ പുരസ്കാരം അതാർക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് ആർക്കാണെന്ന്
ആർക്കാണെന്നറിയാമോ? നമ്മുടെ MT വാസുദേവൻ നായർക്കാണ്. നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാടെ? MT വാസുദേവൻ നായർ. മലയാളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ് കേട്ടോ. മലയാള ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാടെ? MT വാസുദേവൻ നായർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്മശ്രീ നേടിയ മലയാളികളെ ഈ പ്രാവശ്യം ചോദിക്കാം. ഇപ്പം വനിതാ കോൺസ്റ്റബിളിനും ചോദിച്ചായിരുന്നു. പത്മശ്രീ നേടിയ ഒരു മലയാളിയാണ് സത്യനാരായണ ബലേരി. ഒരു നെല്ല് വിത്തിനങ്ങളെ സംരക്ഷിച്ച നെല്ല് കർഷകൻ, കാസർഗോഡ് നിന്ന്. ഈ വർഷത്തെ പത്മശ്രീ നേടിയ മലയാളി ആരാടെ? സത്യനാരായണ ബലേരി. ഏത് ജില്ലക്കാരൻ? കാസർഗോഡ് ജില്ലക്കാരൻ. പിന്നെ ഒരു തെയ്യം കലാകാരന് കിട്ടിയായിരുന്നു ഈ വർഷം പത്മശ്രീ, EP നാരായണൻ. തെയ്യം കലാകാരൻ EP നാരായണൻ. അതുപോലെ കഥകളി ആചാര്യൻ കിട്ടി. ആർക്കാന്നറിയാമോ? സദനം PV ബാലകൃഷ്ണൻ. അപ്പോൾ ഈ വർഷം 2023 പത്മശ്രീ നേടിയത് ആർക്കായിരുന്നേ? 2023, 21, 24 ഇപ്പം കൊടുക്കുന്നത്. അപ്പം സദനം PV ബാലകൃഷ്ണൻ. 24 സദനം PV ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ, മറന്നുപോരുത്. EP നാരായണൻ തെയ്യം കലാകാരൻ. സത്യനാരായണ ബലേരി നെല്ല് കൃഷി കർഷകൻ. നെല്ല് കൃഷി 650-ലധികം പരമ്പരാഗത നെൽവിത്തനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടതാണ് കേട്ടോ. അദ്ദേഹം അവതരിപ്പിച്ച അരിയുടെ പേര് രാജകായമ്മേ എന്ന് പറയുന്നതാണ് അരി എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മലയാളിക്ക് കിട്ടി. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തരമാണ്. അദ്ദേഹം സാഹിത്യവും വിദ്യാഭ്യാസവും. പിന്നെ നമ്മുടെ ഒരു തമ്പുരാട്ടി കിട്ടിയില്ല ഈ വർഷം പത്മശ്രീ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഫായി തമ്പുരാട്ടി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഫായി തമ്പുരാട്ടിക്കും കിട്ടി. പിന്നെ മുനി നാരായണ പ്രസാദിനും കിട്ടി. ഇത്രയുമാണ് ഈ പ്രാവശ്യത്തെ പത്മശ്രീ നേടിയ മലയാളികൾ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പത്മശ്രീ നേടിയ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പത്മഭൂഷൺ നേടിയ മലയാളി ആരാന്നറിയാമോ? പത്മഭൂഷൺ O രാജഗോപാലിന് കിട്ടി. പത്മഭൂഷൺ നേടിയ മലയാളി ആരാടെ? O രാജഗോപാലിന് കിട്ടി. പത്മവിഭൂഷൺ ആർക്കും ലഭിച്ചിട്ടില്ല കേട്ടോ. മലയാളികളുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഭാരതരത്നം ഈ വർഷം കിട്ടിയ 5 വ്യക്തികൾക്ക് കൊടുത്തില്ലേ? ആർക്കൊക്കെയായിരുന്നു? 1 MS സ്വാമിനാഥൻ, മരണാനന്തരം കൊടുത്തു MS സ്വാമിനാഥൻ. 2 ചരൺ സിംഗ്, മരണാനന്തരം കൊടുത്തു ചരൺ സിംഗ്. 3ാമത്തത് PV നരസിംഹറാവു, മരണാനന്തരം കൊടുത്തു PV നരസിംഹറാവു. 4ാമത്തത് കർപ്പൂരി ടാക്കർ കേട്ടോ. കർപ്പൂരി ടാക്കർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ടാക്കർ. പിന്നെ നമ്മുടെ LK അദ്വാനി കേട്ടോ, ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനി 50ാമത്തെ വ്യക്തിയായിട്ടാണ് LK അദ്വാനിക്ക് കൊടുക്കുന്നത്. അതൊന്ന് പഠിച്ചു വെക്കണേ. ഭാരതരത്നം 1954 ഭാരതരത്നം കൊടുക്കുന്നത്. ഭാരതരത്നം പലവകം രൂപകൽപ്പന ചെയ്തത് നന്ദൻലാൽ ബോസ് ആണ്. നന്ദൻലാൽ ബോസ് ഗ്രാമീണ ചെണ്ടക്കാരനാണ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്. ഗ്രാമീണ ജീവിതം ആരുടെയാണെന്നറിയാമോ? ഗ്രാമീണ ജീവിതം അമൃത ഷെറിലിന്റെ. ഗ്രാമീണ ചെണ്ടക്കാരൻ, ഉമയുടെ തപസ്യ, സതി, ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ നന്ദൻലാൽ ബോസിന്റെ. നമ്മുടെ അമൃത ഷെറിലിന്റെയാണ് ഗ്രാമീണ ജീവിതം. സ്റ്റോറി ടെല്ലർ കേട്ടോ, സ്റ്റോറി ടെല്ലർ എന്നൊക്കെ പറയുന്നത് ഓർത്തു വെച്ചിരിക്കണേ. അത് കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിത്രകാരനാണ് നമ്മുടെ രാജാ രവിവർമ്മ. കിളിമാനൂർ കൊട്ടാരമാണ് രാജാ രവിവർമ്മ. പിന്നെ നിങ്ങൾക്ക് ഈ ദേശീയ അവാർഡ് അവസാനം കൊടുത്തിരിക്കുന്നത് മികച്ച മലയാള ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഹോമിനെയാണ്. മികച്ച മലയാള ചലച്ചിത്രം ഏതായിരുന്നേ? ഹോമിന്റെ സംവിധായകൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന വനിതാ കോൺസ്റ്റബിളിനെ ചോദിച്ചു. ഹോമിന്റെ സംവിധായകൻ റോജിൻ തോമസ് ആണ്. ഹോമിന്റെ അപ്പം മികച്ച മലയാള ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചലച്ചിത്രം ഏതാണ്? ഹോമാണ്. ഹോമിന്റെ സംവിധായകൻ റോജിൻ തോമസ് ആണ്. അതുപോലെ അതിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചു. സ്പെഷ്യൽ ജൂറി അവാർഡ്. മികച്ച നടൻ ആരായിരുന്നേ? അല്ലു അർജുനാണ് അല്ലെ? അല്ലു അർജുൻ, പുഷ്പ ദ റൈസിലെ അല്ലു അർജുനും. മികച്ച നടി ആരാ? ആലിയ ഭട്ടും കൃതി സനോണും. ആലിയ ഭട്ട്, കൃതി സനോൺ. മികച്ച സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ. മികച്ച സംവിധായകൻ ആരാണ്? നിഖിൽ മഹാജൻ. മികച്ച സിനിമ ഏതായിരുന്നു കഴിഞ്ഞ വർഷത്തെ? റോക്കട്രി ദ നമ്പി എഫക്റ്റ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 കേന്ദ്ര സാഹിത്യ മലയാള ഭാഷയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023 ലഭിച്ചത് ആർക്കെന്നറിയാമോ? EV രാമകൃഷ്ണൻ. ആർക്കാ? EV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് ആർക്കാടെ? EV രാമകൃഷ്ണൻ. കൃതി ഏതാണ്? മലയാള നോവലിന്റെ ദേശകാലം. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മലയാളം പ്രിയ ASനാണ്. പ്രിയ ASന്റെ കൃതി പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ എന്ന് പറയുന്നതാണ്. പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. യുവ പുരസ്കാരം മലയാളിക്കാണ് ലഭിച്ചത്. ഗണേഷ് പുത്തൂർ. അച്ഛന്റെ അലമാര എന്ന് പറയുന്ന കൃതിക്കാണ്. ഇത് മൂന്നൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ മലയാള ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ 2023
1923 ആർക്കായിരുന്നത്? EV രാമകൃഷ്ണൻ. കൃതി എന്താണ്? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. ബാലസാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? പ്രിയ AS. പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ. യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഗണേഷ് പുത്തൂർ. കൃതി അച്ഛന്റെ അലമാര. ഓക്കെ, നല്ലൊരു ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ എഴുത്തച്ഛൻ അവാർഡ്, ആ കൃതികളെല്ലാം നോക്കണേ. എഴുത്തച്ഛൻ ദിനം മറന്നു പോരുതേ. എഴുത്തച്ഛൻ തുഞ്ചൻ ദിനം എന്ന് ചോദിക്കാം. തുഞ്ചൻ ദിനം ഡിസംബർ 31. തുഞ്ചൻ ദിനം എന്നാണ് ഡിസംബർ 31. കുഞ്ചൻ ദിനം മെയ് 5 ആണ്. കുഞ്ചൻ ദിനം എന്നാണ് മെയ് 5 ആണ്. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പം സുഭാഷ് ചന്ദ്രനാണ് 2023 കിട്ടിയത് കേട്ടോ. സമുദ്രശില അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കെ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന ലക്ഷണമുള്ള രോഗമേത്? പരീക്ഷയ്ക്ക് ആവർത്തിക്കാം നിങ്ങൾക്ക്. ഉത്തരം ഏതാണ്? ഹീമോഫീലിയ കിടക്കുന്നു, വന്ധ്യത കിടക്കുന്നു, സ്കർവി കിടക്കുന്നു, കണ ഏത്? ഏതാണ് അസ്ഥികൾ വളഞ്ഞു കിടക്കുന്നത്? കണ. മറ്റൊരു പേര് പറഞ്ഞ കണയുടെ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏതാണ്? വിറ്റാമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലേ. ഈ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാലും വിറ്റാമിൻ ഡി ആണ് അല്ലേ. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്ന് വിളിക്കുന്നത് വിറ്റാമിൻ ഡി അല്ലേ. സ്റ്റിറോയിഡ് വിറ്റാമിൻ. അതുപോലെ വിറ്റാമിൻ ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ് കേട്ടോ. മത്സ്യ എണ്ണയിലാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അപ്പം വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയാമോ? കാൽസിഫെറോൾ അല്ലെ. പഠിക്കാൻ എളുപ്പമാണ്. അതായത് കാൽസിഫെറോൾ അല്ലെ. ആദ്യത്തത് കാൽസിഫെറോൾ. പിന്നെ നിങ്ങൾക്ക് ടോക്കോഫെറോൾ. പിന്നെ നിങ്ങൾക്ക് ഫില്ലോക്കിനോൺ. ഇതാണല്ലോ കൺഫ്യൂഷൻ വരുന്നത്. കാൽസിഫെറോൾ, ടോക്കോഫെറോൾ. നിങ്ങൾ നോക്കേ, ആൽഫബറ്റ് തന്നെ ഒന്ന് നോക്കിയടേ. ആൽഫബറ്റ് കാ കഴിഞ്ഞിട്ടല്ലേ ടോ വരൂ, ടോ കഴിഞ്ഞിട്ടല്ലേ ഫാ വരൂ. നമ്മൾ മലയാള അക്ഷരങ്ങളിൽ എന്നല്ലേ കാ കഴിഞ്ഞിട്ടാ ടാ വരൂ, ടാ കഴിഞ്ഞിട്ടല്ലേ ഫോ. അപ്പം ഡി, കാ വരുന്നത് ഡി, കാൽസിഫെറോൾ. ടോക്കോഫെറോൾ ഇ. അടുത്തത് ഏതാ? ഫില്ലോക്കിനോൺ കെ. ഫില്ലോക്കിനോൺ ഏതാ? കെ. അങ്ങനെ ഓർത്താലും മതി. ഹാളിൽ ഇരുന്ന് ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ വരുമ്പോൾ വിറ്റാമിൻ സി നിങ്ങൾക്ക് അറിയാം, അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ എന്നൊക്കെ അറിയാം. ഇത് മൂന്നും കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, ഫില്ലോക്കിനോൺ. അപ്പം കാ കഴിഞ്ഞ് ഡി, ഡാ കഴിഞ്ഞ് ഫാ വരാവും. ഡി ഇ കെ കിട്ടുമല്ലോ. അപ്പൊ അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ടോക്കോഫെറോൾ വന്ധ്യതയ്ക്ക് കാരണമായ വിറ്റാമിൻ ഇ അല്ലേ. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇ ആണ് കേട്ടോ. വന്ധ്യതയ്ക്ക് കാരണം വിറ്റാമിൻ ഇ, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കാണപ്പെടുന്നത് വിറ്റാമിൻ ഇ അല്ലേ. നാഡികളുടെയും ചുവന്ന രക്താണുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമേ വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഇ ആണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക അല്ലെ. അപ്പൊ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഇ ആണ്, ഹൃദയത്തിന്റെ സംരക്ഷകൻ ഇ ആണ്. അപ്പൊ കെ ഏതാണ്? ഫില്ലോക്കിനോൺ എന്ന് പറയുന്നത് കെ ഏതാണ്? കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ. അതുപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത്, ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് സിയും, തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമല്ലേ ഹീമോഫീലിയ ആണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. അടുത്തത് വെരി ഇമ്പോർട്ടന്റ്, എനിക്ക് തോന്നുന്നു വരും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ഓർത്തു വെച്ചിരിക്കണേ, വിറ്റാമിൻ കെ. ഇനി വായ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വായ്പുണ്ണ് നമ്മുടെ വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് അല്ലെ. വായ്പുണ്ണിന് കാരണമായത് ഏതാണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം. അരിയുടെ തവിടിൽ വിറ്റാമിൻ B1. അരിയുടെ തവിടിൽ ഏതാണ്? വിറ്റാമിൻ B1 ആണ്. ഓർത്തു വെച്ചിരിക്കണേ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വിറ്റാമിൻ B2 ആണ്. നശിക്കുന്ന വിറ്റാമിൻ ഏതാണ്? B2 ആണ്. വിറ്റാമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. നല്ലൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ ശ്രദ്ധിച്ചോണേ. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്ര. നമ്മുടെ പ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന ഒരു അവസ്ഥയിൽ പെല്ലഗ്ര എന്നുള്ളത് അത് B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. വിറ്റാമിന്റെ കാര്യത്തിൽ ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ പെർനീഷ്യസ് അനീമിയയും മെക്കല്ലോബ്ലാസ്റ്റിക് അനീമിയയും തെറ്റരുത്. പെർനീഷ്യസ് അനീമിയയും മെക്കല്ലോബ്ലാസ്റ്റിക് അനീമിയ ഏതാണ്? വിറ്റാമിൻ B9 ആകുമ്പം മെഗലോബ്ലാസ്റ്റിക്കും വിറ്റാമിൻ B12 കുറവ് മൂലം ഉണ്ടാവുന്നത് ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ്. നമ്മൾ വിറ്റാമിന്റെ ആ രോഗങ്ങളൊന്ന് പറയട്ടെ. വിറ്റാമിൻ A1 ഏതാണ്? വിറ്റാമിൻ A1 മാലക്കണ്ണ് അഥവാ നിശാന്തത. A2 വിറ്റാമിൻ A2 ഏതാ? സീറോത്താൽമിയ. വിറ്റാമിൻ A2 ഏതാണ്? സീറോത്താൽമിയ. B1
ബെറിബറി. B1 ഏതാണ്? ബെറിബറി. B3 ഏതാ? പെല്ലഗ്ര. B3 പെല്ലഗ്ര. B9 ഏതാ? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. B9 മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. B12 ഏതാ? പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ്. വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ ഡി റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി ഏതാണ്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഇ ഏതാ? വന്ധ്യത. വിറ്റാമിൻ ഇ വന്ധ്യത. വിറ്റാമിൻ കെ ഏതാണ്? രക്തം കട്ടപിടിക്കുന്ന അല്ലെങ്കിൽ ഹീമോഫീലിയ. മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ? രണ്ടെണ്ണം പറഞ്ഞൂടെ? മാംസ്യത്തിന്റെ കോഷിയോർക്കറും മരാസ്മസും. കോഷിയോർക്കറും മരാസ്മസ്. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം അനീമിയ അല്ലെ? അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാലും അനീമിയ. മെലാനിന്റെ കുറവ് മൂലം ഏതാണ്? മെലാനിന്റെ വെള്ളപ്പാണ്ടുണ്ടാകുന്നെന്ന് കേട്ടിട്ടില്ലേ? മെലാനിന്റെ ഈ വാമനത്വം ഉണ്ടാവൂല്ലോ, വാമനത്വം ഭീമാകാരമാവുന്ന അവസ്ഥ, അത് ഏതിന്റെ? സൊമാറ്റോട്രോപ്പിൻ. വാമനത്വം ഉണ്ടാകുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ തെറ്റിപ്പോരുത്, ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്. ഏതാ? ഇൻസുലിന്റെ കുറവ് മൂലം ഡയബറ്റിസ് മെലിറ്റസും വാസോപ്രസിന്റെ കുറവ് മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. തെറ്റിപ്പോരുത്, ഇൻസുലിൻ ആകുമ്പോ ഈ വരരുത്, ഇൻസിപ്പിഡസ്, ഇൻസുലിൻ ഇൻസിപ്പിഡസ് വരരുത്. വാസോപ്രസിനാകുമ്പോൾ ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഇൻസുലിൻ ആകുമ്പോൾ ഡയബറ്റിസ് മെലിറ്റസ്. ഓർത്ത് വെച്ചിരിക്കണേ. ഗോയിറ്റർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? തൈറോക്സിന്റെ കുറവ് മൂലം അല്ലെ? അയഡിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ തൈറോക്സിന്റെ കുറവ് മൂലം നമുക്ക് ഗോയിറ്റർ പറയാം. ഓക്കെ. ഈ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ ആണ്. പെൻസിലിൻ 1928 കേട്ടോ. 1928 പെൻസിലിൻ കണ്ടുപിടിക്കുന്നത്. ആരാണ് ആദ്യമായി ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അല്ലെ? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം ജനീവ കേട്ടോ. ലോകാരോഗ്യ സംഘടനയും ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന വരുന്നത് കേട്ടോ. 48 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന വരുന്നു. ജനീവയിലാണ് ആസ്ഥാനം. മറന്നുപോരുത്, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ആദ്യത്തെ വാക്സിൻ ഏതാ നമ്മൾ കണ്ടുപിടിച്ചത്? ആദ്യ വാക്സിൻ വസൂരിക്കുള്ള വാക്സിനാണ് കണ്ടുപിടിച്ചത് അല്ലേ? ആദ്യത്തെ വാക്സിൻ ഏതാണ്? വസൂരി വാക്സിൻ. ആരാ കണ്ടുപിടിച്ചത്? ആദ്യത്തേത് എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. പോളിയോ ദിനം എന്നാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. പോളിയോ ദിനം ഒക്ടോബർ 24. പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24 പോളിയോ ദിനം എന്ന് പറയുന്നത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പത്തോളജി അല്ലെ? പത്തോളജി അല്ലെ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. വൃക്കയെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? വൃക്കയെ കുറിച്ചുള്ളത് നെഫ്രോളജി. കരളോ? ഹെപ്പറ്റോളജി അല്ലെ? വൃക്ക നെഫ്രോളജി. നെഫ്രോളജി ചോദിച്ചാൽ മേഘം പറയണം കേട്ടോ. കരള് ഹെപ്പറ്റോളജി വരണ്ട. കരള് ഹെപ്പറ്റോളജി. അതുപോലെ രക്തം ഹേമറ്റോളജി. രക്തം ഏതാണ്? ഹേമറ്റോളജിയാണ് രക്തം. അപ്പൊ രോഗങ്ങൾ ഏതാണ്? രോഗങ്ങൾ പത്തോളജി. പേശികളെ കുറിച്ചുള്ള പഠനം ഏതാ? മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം ഏതാ? മയോളജിയാണ്. അസ്ഥികളോ? ഓസ്റ്റിയോളജി. തലച്ചോറോ? ഫ്രിനോളജി. തലയോടോ? ക്രേനിയോളജി. കണ്ണോ? ഓഫ്താൽമോളജി. ചെവിയോ? ഓട്ടോളജി. മൂക്കോ? റൈനോളജി. പല്ലോ? ഒഡന്റോളജി. പല്ല് ഏതായിരുന്നടെ? ഒഡന്റോളജി. അതൊന്നും ഓർമ്മ. അപ്പൊ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? പത്തോളജിയാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏതെന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഈ ORS ലായനി എന്ന് കേട്ടിട്ടില്ലേ? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. എന്തിന്? ORS ലായനിയിൽ ആരൊക്കെ ഉണ്ടേ? ORS ലായനിയിൽ ഒന്ന് ഉപ്പുണ്ട് അല്ലെ? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ORS ലായനിയിൽ ആരൊക്കെ ഉണ്ടേ? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഇത്രയൊക്കെ പരീക്ഷയ്ക്കുണ്ട്. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമായ രോഗം ന്യൂമോണിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമായ രോഗം ഏതാണ്? ന്യൂമോണിയാണ് അല്ലെ? ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? ലോകത്തെ ഏറ്റവും പഴക്കം ചെന്നത് കുഷ്ഠമാണ്. പഴക്കം ചെന്നത് ഏതാ? കുഷ്ഠം. രോഗങ്ങളുടെ രാജാവാര? അത് ക്ഷയമാണ് അല്ലെ? ക്ഷയമാണ്. നമ്മൾ DPT വാക്സിൻ എടുക്കുന്ന എന്തിനാണ്? DPT വാക്സിൻ. നല്ലൊരു ക്വസ്റ്റ്യൻ. ഏത് രോഗങ്ങൾ തടയാനാണ് DPT വാക്സിൻ തടയുന്നത്? നല്ലോണം ശ്രദ്ധിച്ചോണേ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. DPT വാക്സിൻ. ഈ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്നറിയാമോ? ഇന്ത്യയിൽ പാസ്റ്റർ ലൂയി പാസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട്ടിലെ കൂനൂറാണ്. എവിടെയാണ്? കൂനൂറാണ്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്നറിയാമോ? ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മാണം പിംപ്രി. മഹാരാഷ്ട്രയിലെ പിംപ്രിയാണ് ഇന്ത്യയിലെ പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ഈ DPT വാക്സിൻ എടുക്കുന്നത് എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സുള്ള കുട്ടികൾക്കാണ് DPT വാക്സിൻ എടുക്കുന്നത് അല്ലെ? 5 വയസ്സുള്ള കുട്ടികൾക്കാണ് DPT വാക്സിൻ. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണെന്നറിയാമോ? ജലദോഷമാണ് കേട്ടോ. ജലദോഷമാണ് ഏറ്റവും കൂടുതൽ. ജലദോഷം വൈറസ് ആണ്, പക്ഷെ ന്യൂമോണിയ ബാക്ടീരിയ ആണ്.
ഈ ബാക്ടീരിയയ്ക്ക് വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലോ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയല്ലേ ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത്? ആണ്. ഏകകോശ ജീവി വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയത് അമീബയാണെന്ന് അറിയാം അല്ലെ? അമീബയാണ്. നമുക്കൊരു സൂപ്പർ ബഗ്ഗുകളെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഏതാണ്? കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച തടയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ബാക്ടീരിയ അല്ലേ സൂപ്പർ ബഗ്ഗുകൾ? അത് കണ്ടെത്തിയത് ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയുമല്ലോ. ആരാ? ആനന്ദമോഹൻ ചക്രവർത്തി അല്ലെ? ആനന്ദമോഹൻ ചക്രവർത്തി. ഈ കോളറ ബാക്ടീരിയ ആണോ അവിടെ വൈറസ് ആണോ? കോളറ ബാക്ടീരിയ ആണ് കേട്ടോ. പ്രധാനപ്പെട്ട രോഗങ്ങൾ ബാക്ടീരിയ. കോളറ, കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ് ബാക്ടീരിയ ആണ്. ടൈഫോയിഡ്, മെനിഞ്ചൈറ്റിസ് ഉണ്ടല്ലോ, തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈസ്, ഡിഫ്തീരിയ ബാക്ടീരിയ, എലിപ്പനി ബാക്ടീരിയ, പ്ലേഗ് ബാക്ടീരിയ, അതുപോലെ ഗൊണേറിയ ഇല്ലേ? ഗൊണേറിയ, അതൊക്കെ ബോട്ടുലിസം ഉണ്ടല്ലോ നമ്മുടെ പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നും, അതെല്ലാം ബാക്ടീരിയ ആണ് കേട്ടോ. ക്ഷയരോഗത്തിന് കാരണമായ ആ ബാക്ടീരിയയുടെ പേര് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. കോളറയ്ക്ക് കാരണമായത് വിബ്രിയോ കോളറയാണ്. കോളറയ്ക്ക് കാരണമായത് ഏതാണ്? വിബ്രിയോ കോളറ. ഡെങ്കിപ്പനി, ചിക്കൻ ബോക്സ്, മീസിൽസ്, ഇതൊക്കെ പേ വിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, ഇതൊക്കെ ഏത് പറയാടെ? ഇതൊക്കെ നിങ്ങൾ പറയേണ്ടത് വൈറസ് തന്നെയാണ്. ഇതൊക്കെ ഏത് പറയാം? വൈറസ് പറയാം. ഈ എയ്ഡ്സ് രോഗം ലോകത്ത് ആദ്യമായി ബാധിപ്പിച്ചത് അമേരിക്കയിലാണ്. 1981 എയ്ഡ്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തി, ചെന്നൈയിൽ കേട്ടോ. എയ്ഡ്സ് ഇന്ത്യയിൽ കണ്ടെത്തിയത് ചെന്നൈയിൽ 86. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 87 പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് എയ്ഡ്സ് കണ്ടെത്തിയത്. നേവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, എലിസ ടെസ്റ്റ്, ഇതൊക്കെ എയ്ഡ്സുമായി ബന്ധപ്പെട്ടത്. ചുവന്ന റിബൺ അല്ലേ ആദ്യത്തിൻ്റെത്? റിട്രോ വൈറസ് അല്ലെ? RNA-യിലുള്ള ആ വൈറസിന്റെ പേരെന്താണ്? റിട്രോ വൈറസ്. ഓർത്തു വെച്ചിരിക്കണേ. എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1 എയ്ഡ്സ് ദിനം. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് ഏതാണെന്നറിയാമോ? മരുന്ന്, അതായത് ബ്യൂട്ടൈൻ അസിഡോ തൈമിഡിൻ. കറുത്ത മൾബറിയിൽ നിന്നുള്ള ബ്യൂട്ടൈൻ അസിഡോ തൈമിഡിൻ ആണ് അല്ലേ? ഞാൻ സയൻസ് പറഞ്ഞു അങ്ങ് പോകുമെന്ന് തോന്നുന്നു അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്കാണ്. താഴെ പറയുന്ന ഗാന്ധിജിയുടെ സമരങ്ങളിൽ ആദ്യം നടന്നത് ഏതാണെന്ന് നോക്കിയ വർഷങ്ങൾ ഇട്ടുകൊടുത്തെ. നിയമലംഘന പ്രസ്ഥാനം ഏത് വർഷത്തോടെ? 1930. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ സമരമാണ് നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. തോറോ, ഗാന്ധിജിക്ക് നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കൊടുത്തത് തോറോയാണ്. ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഈ നിയമലംഘന പ്രസ്ഥാനം നടത്താൻ ഗാന്ധിജി തീരുമാനിക്കുന്നത്. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ സത്യാഗ്രഹം കേട്ടോ. ആദ്യത്തത് 20 നിസ്സഹകരണ പ്രസ്ഥാനവും രണ്ടാമത്തത് 30 നിയമലംഘന പ്രസ്ഥാനവും. നിസ്സഹകരണ പ്രസ്ഥാനം നടത്താൻ തീരുമാനിച്ച പ്രമേയം പാസ്സാക്കിയത് 20 നാഗ്പൂർ സമ്മേളനത്തിലാണ് കേട്ടോ. വിജയരാഘവാചാര്യാണ് ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആയിരുന്നു. റൗലക്റ്റ് സത്യാഗ്രഹം, ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് റൗലക്റ്റ് സത്യാഗ്രഹമാണ് അല്ലേ? നമുക്കൊരു റൗലക്റ്റ് ആക്ട് ഇല്ലേ? എന്താ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലക്റ്റ് ആക്ട് ആണ് അല്ലെ? കേദാ സത്യാഗ്രഹം എന്നാണ്? 1918 ഗുജറാത്തില് സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഗാന്ധിജിയുമായിട്ട് ചേർന്ന് നിന്നത് കേദാ സത്യാഗ്രഹം. അപ്പൊ ആദ്യം നടന്നത് കേദാ സത്യാഗ്രഹം. അപ്പൊ കേദ എവിടെയാണ്? കേദ 18 ഗുജറാത്തിലാണ്. 18 വേറൊന്നും കൂടെ ഉണ്ടല്ലോ, അഹമ്മദാബാദ് മിൽ പണിമുടക്ക് അല്ലെ? അതും 18 തന്നെയാണ്. ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത് എന്നാണ്? ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത് 17 അല്ലെ? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഇവിടല്ല. എവിടെയാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം? അത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യ കൃതി 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ്. ആദ്യ കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ്, ഗാന്ധിജിയുടെ കൃതിയാണ്. അപ്പം റൗലക്റ്റ് സത്യാഗ്രഹം മറന്നുപോകരുത്. റൗലക്റ്റ് ആക്ട് ഇല്ലേ നമുക്ക്? റൗലക്റ്റ് ആക്ട് എന്താ? ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമം അല്ലെ? അതിനെതിരെയല്ലേ നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നത് 1919 ഏപ്രിൽ 13 ജനറൽ ഡയർ ആണ് വെടിവെച്ച ഉദ്യോഗസ്ഥൻ. പക്ഷെ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ മൈക്കിൾ ഒ ഡയർ, അത് അവിടുത്തെ ഗവർണർ. ഇത് സൈനിക മേധാവി. ജനറൽ ഡയർ സൈനിക മേധാവിയും വെടിവെച്ച ഉത്തരവിട്ടത് ഗവർണർ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. മൈക്കിൾ ഒ ഡയറിനെയാണ് ഉത്തം സിംഗ് പോയി വധിക്കുന്നത് കേട്ടോ. ഉത്തം സിംഗ് വധിക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഈ പഞ്ചാബിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെടുന്നു? ഏത് ഉത്സവം? വൈശാഖി ഉത്സവം. സിഖുകാരുടെ ഒരു വൈശാഖി ഉത്സവ ദിവസമായിരുന്നു. ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ
ചിലു അല്ലായിരുന്നു അവിടെ ആ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതൊക്കെയാണ്? കമ്മീഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അബ്ബാസ് തിയാബ്ജി കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ. അബ്ബാസ് തിയാബ്ജി കമ്മീഷനും ഹണ്ടർ കമ്മീഷനും. ഹണ്ടർ കമ്മീഷൻ നിങ്ങൾ വേറെണ്ണം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പൺ പ്രഭു 1882 റിപ്പൺ പ്രഭു കൊണ്ടുവന്നതല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. അതും ജാലിയൻ വാലാബാഗ് കൂട്ടുകൊലയും ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്തെ രാജിവെച്ചത് മലയാളിയായ സി ശങ്കരൻ നായരാണ്. INC-യുടെ മലയാളി പ്രസിഡന്റ് വന്ന വർഷം എന്ന് പറഞ്ഞ INC-യിൽ പ്രസിഡന്റ് ആയത് സി ശങ്കരൻ നായർ. 1897 അമരാവതി അല്ലെ. 96 വന്ദേ മാതരം. 96 വന്ദേ മാതരമാണ്. 97 മലയാളിയാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് 1901 ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലുള്ള പൂന ഉടമ്പടി ഏത് വർഷമാണ്? പൂന ഉടമ്പടി 32. പൂന ഉടമ്പടി 32 ഗാന്ധിജിയും BR അംബേദ്കറും. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയ വർഷം എന്ന? ഗാന്ധിജി വ്യക്തി സത്യ 40 ആദ്യമായി ഇരുത്തിയ. മൂന്ന് വ്യക്തികളെ ഇരുത്തിയിട്ടുള്ളൂ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം. ആദ്യം ഇരുന്നത് വിനോബ ഭാവെയാണ്. അപ്പം എന്നാണ് വ്യക്തി സത്യാഗ്രഹം? 40 വിനോബ ഭാവെ. പിന്നെ ജവഹർലാൽ നെഹ്റു ഇരുന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ബ്രഹ്മദത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മദത്ത്. തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്കെന്ന് ഗാന്ധിജി വിളിച്ചത് എന്തിനെയാ? തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്കെന്ന് വിളിച്ചത് ക്രിപ്സ് മിഷൻ. 42 ക്രിപ്സ് മിഷൻ. 27 സൈമൺ കമ്മീഷൻ രൂപീകരിക്കുകയും 28 ഇന്ത്യയിൽ വന്നു. 42 ക്രിപ്സ് മിഷൻ, 46 ക്യാബിനറ്റ് മിഷൻ കേട്ടോ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തതും ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ. 46 ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആരുടെയായിരുന്നു? MN റോയി. MN റോയിയുടെയാണ് ജനകീയാസൂത്രണത്തിന്റെ പിതാവെന്നും ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവെന്നും ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം കൊണ്ടുവന്നതും ആരാടെ? MN റോയിയാണ്. അപ്പൊ ഇത് എത്രയും സത്യാഗ്രഹങ്ങൾ അറിയാലോ. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? അത് വാർധ പദ്ധതി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി നയീ തലീം പദ്ധതിയാണ്. വാർധ പദ്ധതിയുമായി ബന്ധപ്പെട്ട സക്കീർ ഹുസൈൻ കമ്മിറ്റിയൊക്കെ വരുന്നത്. ഓക്കെ. അപ്പം ഖേദ സത്യാഗ്രഹം 18 നടന്നത്. ഗാന്ധിജി INC-യുടെ പ്രസിഡന്റ് ആയത് 24 ബെൽഗാം സമ്മേളനത്തിലാണ്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ചോദിക്കാമേ? 20 ആദ്യ കേരളത്തിലെത്തിയത്. 20 അവസാനം പോയത് 37 ക്ഷേത്രപ്രവേശന വിളംബരം ഒരു തീർത്ഥാടനം എന്ന പേരിലാണ് പോകുന്നത്. ആദ്യം പോകുന്നത് ഖിലാഫത്ത് പ്രചരണവും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണവുമായിട്ടാണ് പോകുന്നത്. അടുത്ത ചോദ്യം നോക്കേ. താഴെ പറയുന്ന പഠനശാഖകളിൽ തെറ്റായ ജോഡി ഏതെന്ന് ഞാനിപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. വൃക്ക നെഫ്രോളജി, രക്ത ഹെമറ്റോളജി, കരള് ഹെർപ്പറ്റോളജി. തെറ്റിപ്പോയി അല്ലേ? വേണോ? വേണ്ട. ഹെപ്പറ്റോളജി. പേശികൾ മയോളജിയാണ്. അസ്ഥികൾ ഏതായിരുന്നേ? അസ്ഥികൾ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അസ്ഥികള് ഓസ്റ്റിയോളജിയാണ് പറയേണ്ടത്. ഓസ്റ്റിയോളജി. ഈ കോളറ ബാധിക്കുന്നത് ചെറുകുടലിലാണ് കേട്ടോ. കോളറയും ടൈഫോയിഡും ബാധിക്കുന്നത് എവിടെയാണ്? ചെറുകുടലില്ല. കുഷ്ഠം ബാധിക്കുന്നത് നാഡീകോശത്തിലാണ്. ആന്ത്രാക്സ് ശ്വാസകോശത്തിലാണ്. ആന്ത്രാക്സ് എവിടെ? ശ്വാസകോശം. നമ്മുടെ ന്യൂമോണിയയും ശ്വാസകോശമാണ് കേട്ടോ. ന്യൂമോണിയ. എയ്ഡ്സ് ബാധിക്കുന്ന അവയവം ഏതാ? എയ്ഡ്സ് ലിംബോസൈറ്റുകൾ. എയ്ഡ്സ് എവിടെയാണ്? ലിംബോസൈറ്റുകളെയാണ്. ഓക്കെ. ഈ പയോറിയ ബാധിക്കുന്നത് മോണയാണ്. പയോറിയ ബോണ. ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണ്. ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണ്. എക്സിമ ബാധിക്കുന്നത് എവിടെ? എക്സിമ ത്വക്കാണ്. എക്സിമ ബാധിക്കുന്നത് എവിടെയാണ്? ത്വക്ക്. ടൈഫോയിഡ് ബാധിക്കുന്നത് എവിടെയാണ്? ടൈഫോയിഡ് കുടല്. ഡിഫ്തീരിയ ബാധിക്കുന്നത് എവിടെ? തൊണ്ട. ഡിഫ്തീരിയ ബാധിക്കുന്നത് എവിടെയാണ്? തൊണ്ട. അതൊക്കെ നല്ലൊരു ചോദ്യമാണ്. ഈ മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ദരോഗം പരത്തുന്ന കൊതുക് വർഗം അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ക്യുലെക്സ് പെൺകൊതുകൾ. മലമ്പനിയാകുമ്പം ഏതാ? അനോഫിലസ് പെൺകൊതുകുകൾ. മന്ദരോഗ ദിനം നവംബർ 11 മന്ദരോഗ ദിനം എന്നൊന്ന്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ, സയൻസുമായി ബന്ധപ്പെട്ടത്. അടുത്ത നോക്കാം. കരള് ഹെപ്പറ്റോളജിയാണ്. അടുത്തത് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെടുന്നു എന്ന്? പശ്ചിമ അസ്വസ്ഥത. നല്ലൊരു ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റിയതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ശൈത്യകാലം. പശ്ചിമാശ്വസ്തത ഏതിലാണ്? ശൈത്യകാലം. ശൈത്യകാലത്തിന്റെ ആ മാസങ്ങളൊന്ന് പറയാം. നമുക്ക് ആ 4 അല്ലേ നമുക്കുള്ളത്? ശൈത്യകാലം, വേനൽക്കാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ. മാസങ്ങളൊന്നും ഇട്ട് കൊടുത്തേടെ. ശൈത്യകാലമാകുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഡിസംബർ മുതൽ ഫെബ്രുവരി. വേനൽക്കാലമാകുമ്പോൾ മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച്, ഏപ്രിൽ, മെയ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ.
തെക്ക് പടിഞ്ഞാറും. വടക്ക് കിഴക്കൻ അടുത്തായിരിക്കും ഏതാ? ഒക്ടോബറും നവംബറും. വടക്ക് കിഴക്കൻ ഏതാണ്? ഒക്ടോബർ നവംബർ എന്ന് പറയുന്ന കാലവർഷം ഏതാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ? ഇപ്പോൾ ഉള്ളത് ആ കാലവർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കാലവർഷം എന്നും വടക്ക് കിഴക്കൻ മൺസൂണിനെ ഏതാ? തുലാവർഷം എന്ന് വിളിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂണിനെ ഏതാ? തുലാവർഷം. അപ്പൊ ശൈത്യകാലം മറന്നുപോരുത്, ഡിസംബർ ജനുവരി. അതുപോലെ ഇന്ത്യയിലെ ഋതുക്കൾ, ഈ മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയാണ് കേട്ടോ. മൺസൂണിന്റെ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് ഹിപ്പാലസ് എന്ന് പറയുന്ന അറബി നാവികനാണ് കേട്ടോ. അപ്പൊ മൺസൂൺ എന്ന വാക്ക് ഏതാണ്? അറബി ഭാഷയിലാണ് അല്ലെ? ഇന്ത്യയിലെ ഋതുക്കളെ കുറിച്ചൊന്ന് പറഞ്ഞിട. ഇന്ത്യയിലെ ചുമ്മാ നോക്കെ, ശിശിരം അല്ലെ? ആദ്യം വരുന്നത് ശിശിരമാണ്, ജനുവരി ഫെബ്രുവരി. ശിശിരം ഏതാണ്? ജനുവരി ഫെബ്രുവരി. പിന്നെ വസന്തം വരണം, മാർച്ച് ഏപ്രിൽ. പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന കാലഘട്ടം മാർച്ച് ഏപ്രിൽ ആണ്. പിന്നെ ഗ്രീഷ്മം മെയ് ജൂൺ. ഗ്രീഷ്മം ഏതാ? മെയ് ജൂൺ. വർഷം ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ. വർഷം ഏതാ? ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ. ശരത്താണ് പിന്നെ സെപ്റ്റംബറും ഒക്ടോബറും ശരത്ത്. ലാസ്റ്റ് ഹേമന്തം നവംബർ ഡിസംബർ. ഒന്നും കൂടെ പറയട്ടെ. ശിശിരം ജനുവരി ഫെബ്രുവരി, വസന്തം മാർച്ച് ഏപ്രിൽ. വസന്തം ഏതാണ്? മാർച്ച് ഏപ്രിൽ. ഗ്രീഷ്മം ഏതായിരുന്നു? മെയ് ജൂണ്. ഗ്രീഷ്മം എന്ന് പറയുന്നത് മെയ് ജൂണ്. വർഷം എന്ന് പറയുന്നത് ഏതാണ്? ജൂലൈ ആഗസ്റ്റ്. ശരത്ത് സെപ്റ്റംബർ ഒക്ടോബർ. ഹേമന്തം ഏതാണ്? നവംബർ ഡിസംബർ. നവംബർ ഡിസംബർ. ഈ കർണാടകങ്ങളിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതെന്നറിയാമോ? ചെറി ബ്ലോസം കേട്ടോ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ആണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ലൂ. ഇനി കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് മാംഗോ ഷവർ. കേരള കർണാടക തീരങ്ങളിൽ വീശുന്നത് ഏതാണ്? മാംഗോ ഷവർ ആണ്. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ലൂ. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് കാൽവൈശാഖി അഥവാ നോർവസ്റ്റർ. ഏതായിരുന്നടെ? കാൽവൈശാഖി അഥവാ നോർവസ്റ്റർ. നല്ലൊരു ചോദ്യമായിരുന്നു, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാലഘട്ടം ജൂൺ സെപ്റ്റംബർ ആണ്. പശ്ചിമ അശ്വസ്ഥത ശൈത്യ കാലഘട്ടത്തിലാണ്. പശ്ചിമ അശ്വസ്ഥത. ഈ പശ്ചിമ അശ്വസ്ഥതയിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. ഈ പശ്ചിമ അശ്വസ്ഥതയിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രഭാഗങ്ങളാണ് കേട്ടോ. ജെറ്റ് പ്രഭാഗങ്ങൾ ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാടെ. താഴെ പറയുന്നതിൽ ഭരണഘടനയിലെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, തെറ്റായ പ്രസ്താവന. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് BN റാവു ആണെന്ന്. കറക്റ്റാണ്, BN റാവു ആണ് ആദ്യമായി. ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആദ്യമായി ആവശ്യപ്പെട്ടത് BN റാവു ആണ്. ആമുഖം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണെന്ന്. കറക്റ്റ്, ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടമെടുത്തത്. 1976 44-ാം ഭേദഗതി വഴിയാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥിതി സമത്വം, മതേതരത്വം, അവിഭാജ്യത അല്ലെ? അവിടെ കറക്റ്റ് ആണ്. പക്ഷെ ഒരു ചെറിയ തെറ്റുണ്ട്. ഏതാണ്? 76 44. അത് ചെറിയ തെറ്റല്ല, വലിയ തെറ്റ് തന്നെ. 44 ഭേദഗതി? അല്ല. 44 സ്വത്തവകാശമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത 3 വാക്കുകൾ ഏതാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അവിഭാജ്യത. അടുത്തത് ആമുഖം അനുസരിച്ച് ഇന്ത്യ എങ്ങനെയാണ്? മൊത്തം വരി തെറ്റരുതേ, മാറിയും തിരിഞ്ഞും ഒക്കെ നോക്കാം. നോക്കേ, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ആരാടെ ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്? ജവഹർലാൽ നെഹ്റു അല്ലേ അവതരിപ്പിച്ചത്? പറഞ്ഞേ, 1946 ഡിസംബർ 13. ഇതാണ് ആമുഖമായിട്ട് പറയുന്നത്. ലക്ഷ്യപ്രമേയം ഡിസംബർ 13-നാണ് കേട്ടോ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പൊ 1976 ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് ആരാടെ? രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് MA പൽക്കിവാലയാണ്. ആമുഖത്തെ ഇന്ത്യയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് ആരാടെ? NA പൽക്കിവാലയാണ്. അതുപോലെ ഏറ്റവും നല്ലത് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിളിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിളിച്ചത് ആരാടെ? ഏണസ്റ്റ് ബാർക്കർ ആണ്. ആ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത് താക്കൂർദാസ് ഭാർഗവും ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. താക്കോല്. രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് ആരാടെ? KM മുൻഷി. KM മുൻഷിയെ കേട്ടിട്ടുണ്ടോ? വനമഹോത്സവത്തിന്റെ പിതാവാരെ? KM മുൻഷി. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരെ? KM മുൻഷി. വനമഹോത്സവം ആരംഭിച്ചതാരാടെ? KM മുൻഷിയാണ് വനമഹോത്സവം ആരംഭിച്ചത് കേട്ടോ. അപ്പൊ വനദിനം എന്നാണ്. വനദിനം മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. മാർച്ച് 24 ഏതാണ്? ക്ഷയരോഗ നിവാരണ ദിനമാണ്.
ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചോദ്യം പറയട്ടെ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് കേട്ടോ. കേശവാനന്ദ ഭാരതി, വർഷം തെറ്റരുതേ, 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏതാണ്? ഭാഗമല്ലെന്ന് പറഞ്ഞതല്ല, ഭാഗമാണെന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് എന്നാണ്. കേശവാനന്ദ ഭാരതി കേസ്, ഞാൻ മറ്റേത് ബെറുവാറി കേസ്. കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത് 73 കേശവാനന്ദ ഭാരതി കേസ്. ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം. ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ആമുഖം എന്ന് പറഞ്ഞത് അത് നമ്മുടെ LIC ഓഫ് ഇന്ത്യ കേസാണ്. ഏതാണ്? LIC ഓഫ് ഇന്ത്യ, 1995 LIC ഓഫ് ഇന്ത്യ. അപ്പൊ രണ്ടെണ്ണം ഒന്നും കൂടെ പറഞ്ഞേടെ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത് ഏതാ? കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യയുടെ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞത് ഏതാ? ഇന്ത്യൻ യൂണിയനും LIC ഓഫ് ഇന്ത്യ, LIC ഓഫ് ഇന്ത്യ കേസ് ഏത് വർഷമാ? 1995. നമുക്കൊരു ബെറുബാറി കേസിലൂടെ, ബെറുബാരി കേസ് അത് 1960. ആദ്യം ഞാൻ പറഞ്ഞ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത് ബെറുബാറി കേസ് 1960. പിന്നെ ഈ ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല എന്ന് ആമുഖത്തെ പറഞ്ഞതാര്? ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല എന്ന് ആമുഖത്തെ പറഞ്ഞത് ആദം പ്രകാശ് കേസാണ് കേട്ടോ. ആദം പ്രകാശ് കേസ് 1986 ആദം പ്രകാശ് കേസാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇത്രയും ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പം ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഓർത്തു വെച്ചിരിക്കണേ. നല്ല ചോദ്യങ്ങളാണ് ഇത്രയും തന്നത്. അപ്പൊ ആ വേർഡുകൾ തെറ്റരുത്. ഒന്നുകൂടെ പറഞ്ഞേ. പരമാധികാര, ഓർഡർ തെറ്റരുത്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഹാളിൽ പോകുമ്പോൾ മാറിയും തിരിഞ്ഞുമായിരിക്കും ഓപ്ഷൻ തരുന്നത്, അത് ശ്രദ്ധിച്ചോണം. 76 42ാം ഭേദഗതി. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒന്നുകൂടെ. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 3 വാക്കുകൾ കൂട്ടിച്ചേർത്തേക്ക് ഓർമ്മയുണ്ടല്ലോ, അത് എത്രയെന്ന് ഓർത്തു വെച്ചിരിക്കുക ആമുഖവുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം നോക്കേ. താഴെ പറയുന്നതിൽ ബന്ധപ്പെട്ട് അന്തരീക്ഷ പാളികളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കട്ടെ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണെന്ന്. നല്ലൊരു പോയിന്റ് ആണ്. മിസോസ്ഫിയറിൽ നിങ്ങൾ എടുത്തു പഠിക്കേണ്ടത് ഉൽക്കാവർഷ പ്രദേശം തന്നെയാണ്. മിസോസ്ഫിയറിൽ ഏറ്റവും തണുത്തത് അല്ലെ, താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പ്രദേശം മിസോസ്ഫിയർ അല്ലേ. അതായത് 50 മുതൽ, അതായത് അന്തരീക്ഷത്തിലെ 50 മുതൽ 80 കിലോമീറ്റർ, 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയർ കിടക്കുന്നത്. 50 മുതൽ 80 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നത് ഏതാണ്? മിസോസ്ഫിയർ. ഏറ്റവും താപനില കുറഞ്ഞത് മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം മിസോസ്ഫിയർ ആണ്. അടുത്തൊക്കെ വാർത്താവിനിമയങ്ങൾ, കൃത്രിമോപഗ്രഹങ്ങൾ, റേഡിയോ തരംഗങ്ങൾ എന്നിവയെ സഹായിക്കുന്നതും അയണോസ്ഫിയർ. കറക്റ്റ് ആണ്. വാർത്താവിനിമയം പോകുന്നതും കൃത്രിമോപഗ്രഹങ്ങളും റേഡിയോ തരംഗങ്ങൾക്കൊക്കെ സാധ്യമാകുന്ന പ്രദേശം അയണോസ്ഫിയർ. ശരിയാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത, ജെറ്റ് വിമാനം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന്. ശരിയാണ്. ഓസോൺ പാളിയും ജെറ്റ് വിമാനങ്ങളൊക്കെ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവം, ആഗോള താപനം, മഴ, മഞ്ഞ്, കാറ്റ്, മനുഷ്യരാശിയുടെ ഭവനം, ഇതൊക്കെ ട്രോപ്പോസ്ഫിയർ ആണെന്ന്. അതും ശരിയാണ്. 4 തെറ്റുണ്ടോ ഇതിൽ? ഉൽക്കാവർഷ പ്രദേശം എന്ന് വിളിക്കുന്നത് മിസോസ്ഫിയർ ആണ്. വാർത്താവിനിമയങ്ങൾ, കൃത്രിമോപഗ്രഹങ്ങൾ, റേഡിയോ തരംഗങ്ങളൊക്കെ പോകുന്നത് അയണോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളും ഓസോൺ പാളിയൊക്കെ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഹരിതഗൃഹ പ്രഭാവം, ആഗോള താപനം, ഇതെല്ലാം മഴ, മഞ്ഞ്, കാറ്റൊക്കെ ഏതാണ്? മഴ, മഞ്ഞ്, കാറ്റൊക്കെ ട്രോപ്പോസ്ഫിയർ ആണ്. ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ, ഉത്തരം എല്ലാം ശരിയാണ്. നമുക്ക് ആ ഉയരങ്ങളും കൂടെ ഒന്ന് പഠിച്ചു തരട്ടെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നാലോ. അതായത് ആദ്യത്തത് ട്രോപ്പോസ്ഫിയറിലെ. ട്രോപ്പോസ്ഫിയർ എങ്ങനെയാ? ധ്രുവ പ്രദേശങ്ങളിൽ 9 കിലോമീറ്റർ ടു 17 ഭൂമധ്യരേഖ പ്രദേശത്ത് 17 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എങ്ങനെയാണ്? സ്ട്രാറ്റോസ്ഫിയർ അതായത് 17 കിലോമീറ്റർ മുതൽ എത്രയാണെന്ന് അറിയാമോ? 50 കിലോമീറ്റർ വരെ. 17 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത് ഏതായിരുന്നു? മിസോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഏതെന്ന് പറയുന്നത്? മിസോസ്ഫിയർ.
അടുത്ത ഏതാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് അകത്ത് കിടക്കുന്നതാണ് ഈ അയണോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. തെർമോസ്ഫിയർ ആണ് അടുത്ത പറയേണ്ടത്. 80 മുതൽ 480 കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ കിടക്കുന്നു. മറന്നുപോരുത്. ധ്രുവ ദീപ്തികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ചോദ്യം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു. ധ്രുവ ദീപ്തികൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ് കേട്ടോ. തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങൾ ഏത്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് പറയേണ്ടത്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. സൂര്യനിലും ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ്. ഭൗമ ഉപരിതലത്തിൽ ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ അല്ലെ. താഴെ പറയുന്ന കേരള നവോത്ഥാന സംഘടനകളിൽ തെറ്റായി ജോഡിയത് സമത്വ സമാജം 1936 വൈകുണ്ഠസ്വാമി. തെറ്റാ. 1936 ആണോടെ? 36 100 കൂടിപ്പോയി അല്ലേ? 1836 ആണ്. അപ്പൊ സമത്വ സമാജം വൈകുണ്ഠസ്വാമി 1836. വൈകുണ്ഠസ്വാമിയുടെ കൃതി തെറ്റരുതേ. അഖിലത്തിരിട്ട്, അമ്മാനെ അരുൾ, അരുൾ നൂല് കേട്ടോ. സാധുജന പരിപാലന സംഘം 1908 തെറ്റായി അല്ലേ. അയ്യങ്കാളി ശരിയാണ്. 1907 ആണ് സാധുജന പരിപാലന സംഘയുടെ 1907. എവിടെയാണ് ജനിച്ചത് അയ്യങ്കാളി? വെങ്ങാനൂരാണ് അല്ലെ. അയ്യങ്കാളിയുടെ ആ പുലയലഹളയുടെ വർഷം എന്ന് പറഞ്ഞാൽ പുലയലഹള 1900. പുലയലഹള ഏത് വർഷം? 1915 അല്ലെ. 15 പുലയലഹള അല്ലെങ്കിൽ ഊരട്ടമ്പല ലഹള 90-ാം ആണ്ട് ലഹള 15-ലല്ലേ. കൊല്ലം ജില്ലയിൽ ഒരു അയ്യങ്കാളി നടത്തിയത് പെരിനാട് ലഹള കേട്ടോ. പെരിനാട് ലഹള അഥവാ ഏതാ നമ്മൾ പറയേണ്ടത്? പെരിനാട് ലഹളയെന്നും നമ്മൾ കല്ലുമാല സമരം എന്നും അയ്യങ്കാളി പറയാം കേട്ടോ. അതും 1915 ആണ്. പിന്നെ നല്ലൊരു ചോദ്യം പറയട്ടെ. ഈ ഊരട്ടമ്പല ലഹളയിൽ ഏത് വിദ്യാർത്ഥിനിയുടെ പ്രവേശനമാ? പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ഊരട്ടമ്പലം ലഹള നമ്മൾ പറയേണ്ടത്. 15-ലാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. 1893 ആണ്. വില്ലുവണ്ടി യാത്ര 1893. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചു ഗാന്ധിജി. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് ആരാണ്? EK നയനാരാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1910 കുമാര ഗുരുദേവൻ. ആളിന്റെ പേര് ശരിയാ, വർഷം തെറ്റിപ്പോയി. 1909. കുമാര ഗുരുദേവന്റെ മറ്റൊരു പേര് പറഞ്ഞേ? പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. പൊയ്കയിൽ യോഹന്നാനാണ് ദ്രാവിഡ ദളിത് പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാര ഗുരുദേവൻ അല്ലേ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് അദ്ദേഹം ജനിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. സഹോദര സംഘം സഹോദരൻ അയ്യപ്പനാണ്. വർഷം തെറ്റി. 15 അല്ല 17. 1917. സഹോദരൻ അയ്യപ്പന്റെ മറ്റൊരു മാസ സംഘടനയാണ് മിശ്രഭോജനം കേട്ടോ. മിശ്രഭോജനവും അത് തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പൊ എല്ലാം തെറ്റാണ്. വർഷങ്ങളൊന്നും ആ സംഘടനകളൊന്നും പറയട്ടെ. SNDP 1903 ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. അതുപോലെ അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ. യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കാണ് VT ഭട്ടതിരിപ്പാടിന്റെ നാടകം. ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവുമാണ്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. അല്ല, യോഗക്ഷേമ സഭയും അദ്ദേഹം നടത്തിയ ജാഥ യാചനായാത്രയാണ് 1931. VT ഭട്ടതിരിപ്പാടാണ്. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച INC-യുടെ സമ്മേളനം 1923 ഏതായിരുന്നത്? 23 കാക്കിനാട സമ്മേളനം. TK മാധവനാണ് പോയി പ്രമേയം അവതരിപ്പിക്കുന്നത്. TK മാധവൻ വൈക്കം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? TK മാധവനാണ്. നല്ലൊരു ചോദ്യം. അതുപോലെ 9 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 14 NSS വരുന്നത്. 14 മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. 17 വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘം. 17 തന്നെ സഹോദര അയ്യപ്പന്റെ സഹോദര സംഘവും മിശ്രഭോജന സിദ്ധാന്തവും. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര് പണ്ഡിറ്റ് കറുപ്പനാണ് കൊണ്ടുവരുന്നത്. കായൽ സമ്മേളനം വിളിച്ചുകൂട്ടിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. കായൽ സമ്മേളനം. അതുപോലെ ജാതിക്കുമ്മി പ്രശസ്ത കൃതി പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ആനന്ദ തീർത്ഥൻ കൊണ്ടുവന്നത് ജാതിനാശിനി സഭയാണ്. നാശിനി സഭ ആനന്ദ തീർത്ഥൻ കൊണ്ടുവരുന്നു. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം അടുത്തത് താഴെ പറയുന്ന ബഹിരാകാശ ദൗത്യങ്ങളിൽ തെറ്റായ വർഷം ഏതെന്ന്. മംഗൾയാൻ പോയത് 2013 നവംബർ 15. ആ വാഹനം PSLV C-25 ശരിയാണ്. 2013 ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമല്ലേ മംഗൾയാൻ. അടുത്തത് ചന്ദ്രയാൻ 1 പോയത് 2008 ഒക്ടോബർ 12 PSLV C-11 ശരിയാണ്. ചന്ദ്രയാൻ 2 പോയത് 2019 ജൂലൈ 22 GSLV Mark 3 ശരിയാണ്. ചന്ദ്രയാൻ
3 പോയത് ജൂലൈ 2023 ജൂലൈ 14 പോകുന്നത്. 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി കേട്ടോ. LVM-3 M4 ശരിയാണ്. ആദിത്യ L1 സൗരദൗത്യം അല്ലെ 2023 സെപ്റ്റംബർ 2 പോയി. PSLV-C 57 ശരിയാണോ? എല്ലാം ശരിയാണ് അല്ലെ. മംഗൾയാൻ 2013 നവംബർ 5, ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 12, ചന്ദ്രയാൻ 2 2019 ജൂലൈ 22, ചന്ദ്രയാൻ 3 2023 ജൂലൈ 14, ആദിത്യ L1 2023 സെപ്റ്റംബർ 2. ഓക്കെ, അപ്പം എല്ലാം ശരിയാണ് എന്നതായിരുന്നു. എല്ലാം ശരിയാണ് എന്നതാണ്. അടുത്തത് ശരീര പ്രവർത്തനങ്ങൾ. അപ്പൊ ആ ബഹിരാകാശം ഒക്കെ നോക്കിയിട്ട് പോകണേ. ബഹിരാകാശം ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണേ. അടുത്ത നല്ലൊരു ചോദ്യം നോക്കാം. ശരീര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല ഏതെന്ന്? ഏതാണ് ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല? അത് ആവരണ കലയാണോ? അല്ല. ആവരണ കലയ്ക്ക് എന്താണ്? ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് ആവരണ കല. അന്നപഥത്തിന്റെ ഉൽപ്പത്തിയെ ആവരണം ചെയ്യുക, സംരക്ഷണം, ആകിരണം, സ്രവങ്ങളുടെ ഉൽപാദനം, ഇതൊക്കെയാണ് ആവരണ കലയുടെ. അപ്പൊ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക ആവരണ കല അതല്ല. അടുത്ത ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും നാഡികളാണ്. നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിയുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ നാഡീകല. പേശികലയുടെ നർമ്മം എന്താണ്? സങ്കോചിക്കുക, പൂർവ്വശ്രുതി പ്രാപിക്കുക കേട്ടോ. സങ്കോചിക്കുക, പൂർവ്വശ്രുതി പ്രാപിക്കുകയും ചെയ്യാനുള്ളതാണ് പേശികല. യോജകകല ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? യോജകകല. മറ്റു കലകളെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയല്ലേ യോജകകല. 1 2 അല്ല. ആരൊക്കെയാണ് യോജകകല? അസ്ഥി യോജകകലയാണ്. തരുണാസ്ഥി യോജകകലയില്ലേ? തരുണാസ്ഥി. രക്തം യോജകകല. രക്തം. നാരുകല ഇതൊക്കെ ഏതാണ്? യോജകകല. അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല ഇതൊക്കെ ഏത് പറയാം? യോജകകലയ്ക്ക് പറയാം. ഏറ്റവും കൂടുതലുള്ളത് യോജകകലയിലെ. രക്തത്തിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്ഥി, തരുണാസ്ഥി നിങ്ങൾക്കറിയാം. എന്താ? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് അസ്ഥിയും തരുണാസ്ഥിയും. രക്തത്തിന്റെ ധർമ്മം എന്താണെന്നറിയാമോ? അതായത് പദാർത്ഥ സമ്മകനം. മറന്നുപോരുതേ. പദാർത്ഥ സമ്മകനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുക. പദാർത്ഥ സമ്മകനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആരാടെ? രക്തമാണ്. എന്താണ് ഈ അവസാനത്തെ നമ്മളെ നാരുകലയുടെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ എന്താ? ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാരുകലയാണ്. ഇനി വേറൊരെണ്ണം പറയട്ടെ. സ്നായുക്കളും ടെൻഡനുകളും ഉണ്ട്. സ്നായുക്കളും ഒന്നും ടെൻഡനുകൾ. അതായത് ഈ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാടെ? ടെൻഡനാണ്. അതുപോലെ ഈ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ ഈ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനും, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്നത് ആരാടെ? ബന്ധിപ്പിച്ച് പോകുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? സ്നായുക്കളാണ്. നമ്മുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ ഉണ്ടല്ലോ, കണ്ണ് അതൊക്കെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതും വൃക്കകളെ തൽസ്ഥാനത്ത് ഉറപ്പിച്ചൊക്കെ നിർത്തുന്നത് നാരുകലയാണ്. ചെറുതായിട്ട് ആ നമ്മളെ കണ്ണിലെ കൃഷ്ണമണി കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? നാരുകലയാണ്. അന്നേരം ആവരണകല, പേശികലകൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഈ ശരീരകോശങ്ങളിലെ ഈ ക്രമഭംഗവും ഊനഭംഗവും ചോദിക്കാതെ. ശരീരകോശങ്ങളിലെ കോശവിഭജനത്തെ ക്രമഭംഗം എന്ന് വിളിക്കാം. ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗം. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശഭംഗമാണ് ഊനഭംഗം കേട്ടോ. ഊനഭംഗം കോശവിഭജനത്തിന് ഫലമായിട്ടുണ്ടാകുന്നതാണ് പുത്രികാകോശങ്ങൾ. അതായത് ക്രമഭംഗത്തിൽ 2 പുത്രികാകോശങ്ങളെ വരാവും. ക്രമഭംഗത്തിൽ 2 പുത്രികാകോശങ്ങളും ഊനഭംഗത്തിൽ 4 പുത്രികാകോശങ്ങളും. ഊനഭംഗത്തിൽ ഏതാ? 4 പുത്രികാകോശങ്ങൾ. ഇനി നിങ്ങൾക്ക് എടുത്തു ചോദിക്കും, ഈ പ്രൊകാരിയോട്ടിൽ നടക്കുന്നത് കോശവിഭജനം ക്രമഭംഗം മാത്രമേ ഉള്ളൂ. പ്രൊകാരിയോട്ടിൽ ക്രമഭംഗം, പക്ഷേ യുഗാരിയോട്ടിൽ 2 വേണം. പ്രൊകാരിയോട്ടിൽ ഏതാണ്? വ്യക്തമായി മർമ്മമില്ലാത്ത ജീവികളിലൂടെ പ്രൊകാരിയോട്ട്, അവിടെ ക്രമഭംഗം മതി. യുഗാരിയോട്ടില് ഏതൊക്കെ വേണം? ക്രമഭംഗവും ഊനഭംഗവും വേണം. ഈ കോശത്തിന്റെ ട്രാഫിക് പോലീസുകാരെന്ന് വിളിക്കുന്നത് എന്തിനാണ്? കോശത്തിന്റെ ഗോൾജി കോംപ്ലക്സ്. ട്രാഫിക് പോലീസ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ്. കോശത്തിന്റെ എനർജി കറൻസി എന്ന് വിളിക്കുന്നത് ആരെ? എനർജി കറൻസി ATP അല്ലെ? ATPയുടെ മൊത്ത പേരെന്താ? അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്. ATPയുടെ മൊത്ത പേരെന്താണ്? അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്. ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന്, നല്ലൊരു ചോദ്യമാണ്, ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സ്വതന്ത്രമാവുന്ന ATPകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. ATPകൾ മൊത്തം 30 ആണ്. കോശ ശ്വസനം 2 ഘട്ടമുണ്ട്. ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ് എന്നാണ് വിളിക്കുന്നത്. ഒന്നാം ഘട്ടം ഏതാണ്? ഗ്ലൈക്കോളിസിസ്. രണ്ടാം ഘട്ടം ക്രെബ്സ് പരിവൃത്തി. രണ്ടാം ഘട്ടം ഏതാ?
ക്രബ്സ് പരിവൃത്തി. അതായത് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്നതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്സിജന്റെ അഭാവത്തിൽ, അതായത് കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ്. അത് അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ATPകൾ 2 എണ്ണമേ ഉള്ളൂ. ക്രബ്സ് പരിവൃത്തിയിൽ 28 ATP തന്മാത്രകളുണ്ട്. ക്രബ്സ് പരിവൃത്തി അതായത് മൈറ്റോകോൺട്രിയയിൽ വെച്ച് പെറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് ക്രബ്സ് പരിവൃത്തി. അതിലെ തന്മാത്രകൾ എത്രയാണ്? ATP തന്മാത്രകൾ 28, മറ്റേത് 2. ഗ്ലൈക്കോളിസിസിൽ എത്രയാണ്? 2മാണ്. കോശ ശ്വസനമായി നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ATPയുടെ പൂർണ്ണരൂപം മറന്നുപോയത് അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് ഈ ഫേനവും ടോണോപ്ലാസ്റ്റും ചോദിക്കാം ചിലപ്പോൾ. എന്താണ് ഫേനവും ടോണോപ്ലാസ്റ്റും? അതായത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം എന്ന് വിളിക്കുന്നത്. ഫേനം മറന്നു വരുന്നത്. അടുത്ത ടോണോപ്ലാസ്റ്റ് നല്ലൊരു ചോദ്യമാണ്. എന്താണ്? ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു സവിശേഷ തരമാണ് ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫേനത്തെ ആവരണം ചെയ്യും. ഈ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നത് എന്തിനാ? റൈബോസോം. പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നത് എന്താ? റൈബോസോം. ഒരു കോശത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്തിനാ? മൈറ്റോകോൺട്രിയോൺ അല്ലെ? പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് മൈറ്റോകോൺട്രിയൻ. കോശത്തിന്റെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നത് എന്തിനാ? അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ? കോശത്തിന്റെ സഞ്ചാരപാത, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതാരെന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നില്ലേ? കോശാസ്ഥികൂടം, ഇതൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിന്റെ മലയാളം എന്തായിരുന്നത്? അന്തർദ്രവ്യജാലിക. ഈ കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമാണ്. ലൈസോസോം. നമുക്ക് സെൻട്രോസോമും ഉണ്ട്, ലൈസോസോമും ഉണ്ട്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗം ഏതാ? അത് സെൻട്രോസോമാണ് കേട്ടോ. കോശ വിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഉത്തരം ഏതാണ്? നാഡീകലയാണ്. ഒരുവിധമൊക്കെ കുറച്ച് ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടേക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണേ. മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ റിവിഷനായിട്ട് കുറേ കൊണ്ടുവന്നു. എനിക്ക് പറ്റുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന, സയൻസ് അറ്റവും മൂലവും ഒക്കെ പറ്റും. അത്രയൊക്കെ പറ്റും. എന്നാലും ഒന്ന് റിവിഷൻ ആയി തോന്നുന്നു. പോട്ടെ, റിവിഷനെക്കാര്യം ഒരു ഇച്ചിരി നേരം കേട്ടോണ്ടിരിക്കുക. സംഘടനകൾ, സ്ഥാപകർ, മെയിൻ കാര്യങ്ങളെല്ലാം പ്രക്ഷോഭങ്ങളെല്ലാം പഠിച്ചിട്ട് പോണേ. കേരളത്തിലെ കുണ്ടറ വിളംബരം 1809 ജനുവരി 11, പഴശ്ശിർ കലാപം 1793-97, 1805, 800-805, പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30ആണ്. കുറിച്യലകള 1812, രാമൻ നമ്പിയാണ് കുറിച്യലകളയുടെ നേതാവ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഒരു ഭാഗം മലയാളി മെമ്മോറിയൽ 91, ഈഴവ മെമ്മോറിയൽ 96, പുന്നപ്ര വയലാർ 46, വൈദ്യുത സമരം 36, അതൊക്കെ ഓർത്തുകൊണ്ടേ. വൈദ്യുത സമരം കൊച്ചിയിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12-നാണ്. നവംബർ 12. ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർത്തന പ്രക്ഷോഭം 32, അതുപോലെ വൈക്കം സത്യാഗ്രഹം 24ആണ്. വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം നോക്കണം, നവോത്ഥാന നായകരെ നോക്കണം. ആ ഒരു ഭാഗങ്ങൾ ഒരുവിധം ധൈര്യമായിട്ടിരിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട്. ഒത്തിരി സന്തോഷത്തോടെ കുറച്ച് നേരം റിവിഷൻ നടത്തിയോളൂ. ഞാൻ വാരി വലിച്ചിങ്ങനെ പറഞ്ഞ ഇനി തെറ്റണ്ടെന്ന് വെച്ചാൽ തെറ്റെന്നല്ല, ഒത്തിരി നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടെന്ന് വെച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവിഷൻ തന്നതിൽ തന്നെ. പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വരും. ഓക്കെ, എല്ലാവിധ പ്രാർത്ഥനകളും. ഇത് വന്നില്ലെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കില്ല. കാലമാടം പഠിപ്പിച്ചതൊന്നും വന്നില്ല എന്ന് പറയാൻ ഞാനല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. എന്നാൽ പറ്റുന്നത് റിവിഷൻ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ആ ഒരു UP പരീക്ഷയ്ക്ക് ആവശ്യമായ കുറച്ച് ഇമ്പോർട്ടൻ്റ് എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കൂടെ കാണാം. പോയിട്ട് വരിക, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതിയിട്ട് വരിക കേട്ടോ. ടെൻഷൻ അടിക്കരുത്. ഇതല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും. ഇതിൽ പാടാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട്. ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള ദിവസം അന്ന് പഠിച്ചോ കേട്ടോ. മറ്റുള്ളവരെ ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഇത് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത് വരെ സേഫ് സോണിൽ. പരീക്ഷ കഴിഞ്ഞ് പലരും പല അഭിപ്രായം പറയും. ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, ടഫായിരുന്നു, നിനക്ക് എത്രയേ ഉള്ളോ, ഞാനൊക്കെ എത്രയേ ഉള്ളോ എന്നൊക്കെ. അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. എഴുതി കഴിഞ്ഞു അടച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഇത് വരുമ്പോൾ മാർക്കും കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. ആൻസർ കീടുമ്പോൾ മാർക്കും കൂട്ടി വെച്ചിരിക്കുക. അത് സേവ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടോ ഇല്ലയോ അത് പിന്നെ. അല്ലാതെ എല്ലായിടത്തും ചോദിച്ചു എൻ്റെ കട്ട് ഓഫ് എത്രയാണ്, ഇനി എനിക്ക് കിട്ടുമോ, അതിൻ്റെയൊക്കെ വലിയ കട്ട് ഓഫ് ആവോ, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണോ, ആളുകളുടെ എടുക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഉള്ള ദിവസങ്ങൾ വേസ്റ്റ് ആക്കുന്നത് എന്താ. എത്രയോ നാളുകളായി നിങ്ങളുടെ മക്കളുമായിട്ടൊക്കെ സന്തോഷിച്ചിട്ടും വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷിച്ചിട്ട്. അപ്പം ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് അവരുമായിട്ടൊക്കെ സന്തോഷിക്കുക. പിന്നെ LDC പരീക്ഷയൊക്കെ വരുന്നില്ലേ, അതിനൊക്കെ തയ്യാറെടുക്കുക. ഇതല്ലെങ്കിൽ മറ്റൊന്ന് അതിലേക്ക് ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചതൊക്കെ അതിനും പ്രയോജനപ്പെടും കേട്ടോ. LDC, LP, UPക്കാർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു ഉദ്യോഗസ്ഥനാകുന്നത് വരെ കഷ്ടപ്പെടുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഉദ്യോഗസ്ഥനായതിനു ശേഷം നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടും. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാനും കഴിയും. അതിനുശേഷം ഒരു ജോലി കിട്ടിക്കഴിയും. ഒത്തിരി സന്തോഷത്തോടെ എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.